Hi friends, ഞാൻ യാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലു ക്രിയേറ്റർ. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നല്ല കിടിലൻ തംബ്നെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയെ നമുക്കൊരു ഷോപ്പ് പോലെ കരുതാം. ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് നല്ല വൃത്തിയും നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഷോപ്പിൽ കയറും. അതുപോലെയാണ് നമ്മുടെ തംബ്നെയിൽ. തംബ്നെയിൽ എപ്പോഴും നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ടും അതുപോലെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് നമ്മളൊരു തംബ്നെയിൽ വ്യക്തമാക്കിയിട്ടായിരിക്കണം നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ കളറാണ്. നമ്മുടെ തംബ്നെയിലിൽ സ്പെസിഫിക് ആയിട്ടുള്ള കളറുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വ്യൂവേഴ്സിന് നമുക്ക് ഒന്നും കൂടി അട്രാക്റ്റ് ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജസ്. നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ പല രീതിയിലുള്ള ഇമേജസ് കിട്ടാനുണ്ട്. അപ്പോൾ കഴിയുന്നതും നിങ്ങളുടെ ഇമേജസ് തന്നെ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം 80% ആളുകൾ എടുക്കുന്നത് അവരുടെ വീഡിയോസിൽ നിന്നാണ്, അവരുടെ തംബ്നെയിലുള്ള ഇമേജസ് എടുക്കുന്നത്. അത് കഴിയുന്നതും ഒഴിവാക്കിയിട്ട് നമ്മുടെ തംബ്നെയിലിന് ആവശ്യമായിട്ടുള്ള ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കൊണ്ട് എടുപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തംബ്നെയിലിലെ ഇമേജസിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. മൂന്നാമതായിട്ട് നമ്മുടെ കണ്ടന്റ്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഉദ്ദേശശുദ്ധി കറക്റ്റായിട്ട് വളരെ ചുരുങ്ങിയ വേർഡ്സിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല കണ്ടന്റ് ഉണ്ടാവും, പക്ഷേ നിങ്ങളുടെ തംബ്നെയിൽ കാണാനൊരു ബോറാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തംബ്നെയിൽ വളരെ ലെങ്തി ആണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങൾ വായിക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ സമയത്ത് അവർക്കത് ബോറടിക്കും, അവർ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് മേലോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ എപ്പോഴും ചുരുങ്ങിയ വേർഡ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുക്കറി ചാനലിലൊക്കെയാണ്. നമ്മുടെ കുക്കറി ചാനലിലൊക്കെ അവരുടെ വീഡിയോ നല്ല കണ്ടന്റ് ഉണ്ടാവും, പക്ഷേ അവരുടെ തംബ്നെയിൽ വളരെ ബോറായിരിക്കും. അങ്ങനെ വളരെ ലോ ആയിട്ടുള്ള തംബ്നെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് ആ ഭക്ഷണം ഒന്ന് കയറി നോക്കാൻ പോലും തോന്നില്ല. അപ്പോൾ നിങ്ങളുടെ തംബ്നെയിൽ മാക്സിമം ഹൈ ഡെഫിനിഷനിൽ നിങ്ങൾ ചെയ്യുക. ഹൈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിലുള്ള തംബ്നെയിലുകൾ. ഒന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമേജ് നിങ്ങളെ കുക്കറി ഇതിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ആ ഒരു സംഭവത്തിൻ്റെ ഇമേജ് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജസ് നിങ്ങൾ നോക്കുക. അഞ്ചാമതായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ കോപ്പിറൈറ്റ് ആണ്. നിങ്ങളെടുക്കുന്ന ഇമേജസ് അതിന് കോപ്പിറൈറ്റ് ഇല്ലാതെ സൂക്ഷിക്കുക. ഒരുപാട് ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ തംബ്നെയിൽ ജസ്റ്റ് എടുത്തിട്ട് അതുപോലെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോപ്പിറൈറ്റ് വരുന്നതോടുകൂടി നമുക്ക് ആ തംബ്നെയിൽ റിമൂവ് ചെയ്യേണ്ടിയും ആവശ്യം വരും, നമുക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്കും വരും. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ മാക്സിമം നിങ്ങൾ അട്രാക്റ്റീവായിട്ട് നോക്കുക. എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു വീഡിയോ ചെയ്യുന്ന അതേ സമയം തന്നെ നമ്മുടെ തംബ്നെയിലിനും അതുപോലെ ക്യാപ്ഷനും കൊടുക്കേണ്ടതാണ്. പൊതുവെ മലയാളത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു തംബ്നെയിൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക എന്നത് ഒരുപാട് കഷ്ടമുള്ള ഒരു കാര്യമാണ്, കുറച്ച് റിസ്ക്കും കൂടിയാണ്. പക്ഷേ നിങ്ങളുടെ തംബ്നെയിൽ നിങ്ങൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ ഒരു സക്സസ്സിലോട്ട് മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് നമ്മുടെ തംബ്നെയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇംപ്രഷൻസിനനുസരിച്ച് നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സിൽ നമുക്ക് നോക്കാൻ സാധിക്കും. നമ്മുടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ നമ്മൾ അനലിറ്റിക്സിൽ പോയി നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്കവിടെ നമ്മുടെ റീച്ചസിൽ പോയി നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തംബ്നെയിൽ എത്ര ഇംപ്രഷൻസ്, എൻ്റെ ഇതിൽ 4 മില്യൺ ഇംപ്രഷൻസ് വരുന്നുണ്ട്, അതിൽ വെറും 4% മാത്രമേ എനിക്കത് വ്യൂവേഴ്സ് ആക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ തംബ്നെയിലിൽ മാക്സിമം നമ്മൾ പറയുന്ന കണ്ടന്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആ തംബ്നെയിലിൽ ഒരു ചുരുങ്ങിയ ആ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച് നമ്മൾ അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള യൂട്യൂബ് സംബന്ധമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫ്രീ ആയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.